ഹലോ ഫ്രണ്ട്സ്, CK ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ഒഡീഷ FCക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ വാക്കുകളും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ഹോർമിപ്പാമിൻ്റെ ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചുകൊണ്ട് ഏറ്റവും പുതിയൊരു ഒഫീഷ്യൽ തീരുമാനം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടാം പാദ മത്സരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആരംഭിക്കുന്നതിന് മുൻപായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ആയിരുന്നു ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണുള്ളത്. 12 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തിനു വേണ്ടി നിരവധി ISL ടീമുകൾ ശ്രമങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു യുവ സൂപ്പർ താരത്തിനെ വിട്ടുകൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC തയ്യാറല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ മികച്ച പ്രകടനം നടത്താനും കൂടാതെ വെറും 23 വയസ്സുകാരനും കൂടിയായ ഹോർമിപ്പാം റുയിവ എന്ന താരത്തിനെ സ്വന്തമാക്കാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ISLലെ മറ്റു ക്ലബ്ബുകൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഹോർമിപ്പാമിനെ ട്രാൻസ്ഫർ ഡീലിൽ പൂർത്തിയാക്കാമെന്ന ലക്ഷ്യത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ച ISL ടീമുകൾക്കെല്ലാം നിരാശയാണ് തിരികെ കിട്ടിയത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഹോർമിപ്പാമിനെ വിൽക്കുന്നില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഹോർമിപ്പാം എന്ന ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ടീമുകൾക്ക് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താരത്തെ സ്വന്തമാക്കാനാകും. കൂടാതെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ 2 പ്രധാനപ്പെട്ട വിദേശ താരങ്ങൾ ഡിഫൻസിൽ കളിക്കുന്നതിനാൽ ഹോർമിപ്പാമിന് അവസരങ്ങൾ കുറവുമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഒഡീഷ FCക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ വാക്കുകളാണ്. ആശാന്റെ വാക്കുകൾ ഇപ്രകാരം: നിലവിൽ ഏതായാലും കലിംഗ സൂപ്പർ കപ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മുന്നിലുള്ളത് ISLലെ വളരെ പ്രതിസന്ധികളേറിയ 10 മത്സരങ്ങളാണ്. ഈ ഒരു 10 മത്സരവും എന്ത് വില കൊടുത്തും വിജയിക്കുകയും വേണം. കൂടാതെ കുറച്ച് താരങ്ങളൊക്കെ പരിക്കിനെ നേരിടുന്നുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ യുവ താരങ്ങളുമുണ്ട്. ഇത് കൂടാതെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് ഈ ഒരു 10ാം സീസണിലെ ഏറ്റവും അവസാനം എത്തിയ ഒരു വിദേശ താരമാണ് ഫെഡോർ സെർണിച്ച്. താരത്തെ കുറിച്ചും ആശാൻ ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ഫെഡോർ സെർണിച്ച് എന്നീ ഒരു സൂപ്പർ താരത്തിന് മേൽ നിങ്ങൾ അധികം പ്രതീക്ഷയൊന്നും നൽകേണ്ട. പക്ഷെ അത് വിചാരിച്ചിട്ട് താരത്തിന്റെ ടാലന്റിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ താരം വലിയ പ്രൊഫഷണൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ട് ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ട്. കൂടാതെ ഫെഡോർ സെർണിച്ച് എന്ന ഒരു ലുദ്വാനിയൻ താരത്തിന് ഇവിടത്തെ താപനിലയുമായി അഡ്ജസ്റ്റ് ചെയ്തു വരാൻ കുറച്ച് ടൈം എടുക്കും. ഏതായാലും ആശാന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തിന് മേൽ അത്ര പ്രതീക്ഷകളൊന്നും ഇന്നത്തെ മത്സരത്തിൽ നൽകേണ്ട എന്ന് തന്നെയാണ്. ഏതായാലും മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ആശാന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രണ്ടാം പാദത്തിലെ ആദ്യ മത്സരത്തിന് ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. കരുത്തന്മാരായ ഒഡീഷ FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. നിലവിൽ ഈ ഒരു മത്സരത്തിനെ ബന്ധപ്പെട്ട് നിർണായകമായ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മലയാളി കമന്റേറ്ററായ ഷൈജു ദാമോദരൻ. ഷൈജു ദാമോദരന്റെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം ഒഡീഷക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ ദിമിത്രിയോസിനോടൊപ്പം മറ്റൊരു വിദേശ താരം കളിക്കില്ല. പകരം മലയാളി താരം നിഹാൽ സുധീഷോ അല്ലെങ്കിൽ ഇഷാൻ പണ്ഡിതയോ ആയിരിക്കും ആദ്യ 11-ൽ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുക. ഏതായാലും ഇതോടെ പരിക്കേറ്റ പെപ്രക്ക് പകരം ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ബ്ലാസ്റ്റേഴ്സിനായി തന്റെ ആദ്യ മത്സരം ബെഞ്ചിലായിരിക്കും ഇരിക്കുക എന്ന് ഉറപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഇന്നത്തെ ഒഡീഷ FCക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ലൈനപ്പ് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ ഈ മത്സരത്തിന്റെ സ്കോറും നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.